ഇട്ട് നോക്കണം വിത്തുന്നത്. ഓക്കെ. Good afternoon all. Good afternoon, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് എംപ്ലോയർ റിലേഷൻസിനെ കുറിച്ചാണ്. എംപ്ലോയർ റിലേഷൻസിന്റെ എലമെന്റ്സ്, അതുപോലെ തന്നെ അപ്രോച്ചസ്, ഇതുവരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്രോച്ചസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? സൈക്കോളജിക്കൽ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, then human relation approach, Gandhian approach, Dunlop systems approach. ഇത്രയുമാണ് എംപ്ലോയർ റിലേഷൻസിന്റെ കുറച്ച് സമീപനങ്ങൾ. ഓരോരുത്തരുടെയും വീക്ഷണത്തിലുള്ള സമീപനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വായിച്ചായിരുന്നു എല്ലാവരും? വായിച്ചോ? ഓക്കെ. നമ്മൾ എലമെന്റ്സ് നോക്കിയായിരുന്നു. 3 എലമെന്റ്സ് പാർട്ടിസിപ്പൻസ് സിസ്റ്റത്തില് ഐഡിയോളജിക്കൽ എലമെന്റ്സ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയി റിലേഷൻസിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം, അങ്ങനെ ഒരു എംപ്ലോയി റിലേഷൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിന്റെ ആവശ്യകതയുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എംപ്ലോയി റിലേഷൻ അല്ലെ, എംപ്ലോയി റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എംപ്ലോയറും എംപ്ലോയി തമ്മിൽ നല്ലൊരു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്ക് എൻവയോൺമെന്റുമായിട്ട് നല്ലൊരു റിലേഷൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. സോ അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി റിലേഷൻ ഈസ് ഫോളോസ്. എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് സിഗ്നിഫിക്കൻസ് നോക്കാം, മെയിൻ പോയിന്റ്സുകൾ. ദെൻ നമുക്ക് ഓരോ പോയിന്റ്സുകൾ പറയാം. മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് അല്ലെ, ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സിനെ മിനിമൈസ് ചെയ്യാണ്. എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ, തർക്കങ്ങളൊക്കെ നമുക്ക് പകുതി കുറയ്ക്കാവുന്ന അല്ലെ. അവർ നല്ലൊരു ടേംസിലാണ് പോകുന്നതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും വരില്ല. സോ നല്ലൊരു എംപ്ലോയർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സിന് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസ് വർക്കേഴ്സ് മൊറൈൽ. വർക്കേഴ്സിന്റെ മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കേഴ്സിന് ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനോധൈര്യം അല്ലെ, അല്ലെങ്കിൽ ഒരു മനോവീര്യം, അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. നല്ലൊരു നമ്മളിപ്പോ നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, then നിങ്ങളും അവിടുത്തെ മാനേജറും വർക്കേഴ്സും നമുക്ക് നല്ല അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്ക് ഒരു മനോധൈര്യം ഇല്ലേ, നമുക്ക് അവിടെ തന്നെ നമുക്ക് മറ്റൊരു ജോബ് നോക്കിയില്ല നമ്മള്. കാരണം എന്താണ്?
നമുക്ക് അവിടെ നിൽക്കുന്നിടത്ത് നല്ല മാനേജ്മെന്റ് ആണെങ്കിലും മറ്റ് സ്റ്റാഫുകളാണെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആവശ്യത്തിനുള്ള സാലറി കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ തന്നെ നമുക്ക് നിൽക്കാനായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ഇല്ലേ. നമുക്ക് അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു റിലേഷൻ ആണ് എങ്കിൽ നമുക്ക് ആ ഒരു ഇൻക്രീസ് ആണ് അല്ലെ, നമുക്കൊരു അവിടെ തന്നെ നിൽക്കാനും അവിടെ തന്നെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. Then provides fair benefits to workers അല്ലെ, അതായത് തൊഴിലാളികൾക്ക് എന്താണ് ബെനഫിറ്റ്സ്, അവർക്ക് നല്ലൊരു ന്യായമായിട്ടുള്ള ബെനഫിറ്റ്സുകൾ കൊടുക്കുക. അപ്പോ ഈ മാനേജറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു എന്താ പറയാ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് പോകുന്നതെങ്കിൽ മാത്രമല്ലേ എംപ്ലോയീസിന് ബെനഫിറ്റ്സ് കൊടുക്കുള്ളൂ. ആണോ? അല്ലെങ്കിൽ എംപ്ലോയി എപ്പോഴും മാനേജർക്ക് എതിരാണ് എങ്കിൽ അവർ ബെനഫിറ്റ്സ് കൊടുക്കുവോ? ഇല്ല അല്ലെ. അപ്പോ ബെനഫിറ്റ്സ് വർക്കേഴ്സിന് ബെനഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു റിലേഷൻസ് അവിടെ ആവശ്യമാണ്. Then helps in facilitation of changes. Helps in facilitation of changes അല്ലെ. എന്തുകൂടെ പറയുന്നത്, മാറ്റങ്ങള് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻസില് മാറ്റങ്ങളൊക്കെ അല്ലെ, ഇപ്പൊ ടെക്നോളജി പരമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിനെ അംഗീകരിക്കാനായിട്ട്, ഇപ്പോ മാനേജ്മെന്റ് എന്തെങ്കിലും പുതിയ ടെക്നോളജിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എംപ്ലോയീസ് അംഗീകരിക്കുന്നത് എളുപ്പത്തിൽ അംഗീകരിക്കുന്നത്. കാരണം അവര് നല്ലൊരു ഭയങ്കര റൂഡായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെയെങ്കിൽ അവർ പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ഒരിക്കലും എംപ്ലോയീസ് അക്സെപ്റ്റ് ചെയ്യില്ല. സോ അവർ രണ്ടുപേരും തമ്മില് എംപ്ലോയറും എംപ്ലോയിയും തമ്മില് നല്ലൊരു രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. നമുക്ക് ആദ്യം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും അതിനെന്ത് ചെയ്യും, ചെറിയ രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. Then makes collective bargaining effective അല്ലെ, കളക്റ്റീവ് ബാർഗെയിനിങ് ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുന്നു. അതായത് എന്താണ്, എന്താ കളക്റ്റീവ് ബാർഗെയിൻ എന്ന് പറഞ്ഞാല് നമ്മളെ എംപ്ലോയീസ് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വിലപേശൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, എംപ്ലോയീസിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അവർ ഒന്നിച്ച് പ്രവർത്തിക്കും. സോ നല്ലൊരു റിലേഷൻഷിപ്പ് എല്ലാവരും തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കളക്റ്റീവ് ബാർഗെയിൻ അത് ഇഫക്റ്റീവ് ആവുകയുള്ളൂ. മെന്റൽ റെവല്യൂഷൻ, എന്താ മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്, മാനസികമായിട്ടുള്ളത് അല്ലെ. നമ്മള് രണ്ടു കൂട്ടരും തമ്മില് എംപ്ലോയറും എംപ്ലോയിയും തമ്മില് നല്ലൊരു ടേംസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താ മാനസികപരമായിട്ടും അല്ലെ, ഒരു ചിലവർക്ക് നമ്മൾ പറയണ കേൾക്കാറില്ല, നിങ്ങള് ജോലി സ്ഥലത്തേക്ക് പോകാനും തോന്നാറില്ല, ഭയങ്കര സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ള ഒരു അന്തരീക്ഷം എന്ന് പറയും ഇല്ലേ. കേൾക്കാറുണ്ടോ? വർക്ക് ചെയ്യുന്നവരുണ്ടോ ആരെങ്കിലും? അല്ലെ, അപ്പൊ പറയില്ലേ ഭയങ്കര സ്ട്രെസ്, ഭയങ്കര തലവേദന പിടിച്ച പണിയാണ്, നമുക്ക് എന്താ പറയാ ഒരു സ്വസ്ഥത കിട്ടില്ല, അത്രയും ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ജോബാണെന്നൊക്കെ പറയും അല്ലെ. അപ്പോ നമുക്കൊരു മെന്റൽ റെവല്യൂഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെ എംപ്ലോയിയും തമ്മിലുള്ള ഒരു റിലേഷൻസ് ഉണ്ടായിരിക്കണം. Then facilitates workers development. ഇതുപോലെ തന്നെ എന്താണ് തൊഴിലാളികളുടെ വികസനം, അതായത് അവർക്ക് നല്ല പുതിയ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നു, പുതിയ പ്രോഗ്രാംസുകളൊക്കെ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ എന്താണ് ബെനഫിറ്റ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ഡെവലപ്മെന്റ്സ് കൂട്ടുന്നു, എംപ്ലോയീസിന്റെ വികസനം സാധ്യമാക്കുന്നു. Then reduce wastage reduce ചെയ്യാന്ന്, അതായത് എന്താ മീൻസ് അത് ഒരു നല്ലൊരു കോഡിയൽ ആയിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ ദെൻ ഒരു മ്യൂച്വൽ സപ്പോർട്ട്, പരസ്പരം രണ്ടുപേരുടെയും കാര്യങ്ങൾ അവർ അംഗീകരിക്കും അല്ലെ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഗ്യാരണ്ടി സ്മൂത്ത് പ്രൊഡക്ഷൻ. അപ്പോ ഇനി എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻസിലാണെങ്കിൽ അവിടുത്തെ അവരുടെ വർക്കും അതിൽ ബാധിക്കും അല്ലെ. നമ്മൾ പറഞ്ഞു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ ഇപ്പോ എംപ്ലോയറിന്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും ഇല്ലേ. അങ്ങനെയല്ലേ, നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവും. നമ്മളോട് തിരിച്ച് എങ്ങനെയാണോ അവർ ആത്മാർത്ഥമായിട്ടാണോ പെരുമാറുന്നത്, നമ്മൾ ചെയ്ത വർക്കിന് സാലറി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ അത്യാവശ്യത്തിനുള്ള സാലറിയും ബെനിഫിറ്റ്സുകളും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ അത് കാണിക്കില്ലേ? നിങ്ങൾ കാണിക്കോ? നമ്മളോട് ഒരു ആത്മാർത്ഥമായിട്ടാണ് അല്ലെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, ദെൻ കമ്പനിയും അതുപോലെ തന്നെ എന്താണ് നമുക്ക് എല്ലാ ബെനിഫിറ്റ്സുകളൊക്കെ തരുന്നുണ്ട്, ഇതിന് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും തരുന്നുണ്ട്, വർക്ക് എൻവയോൺമെന്റ് ഒക്കെ നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രോഫിറ്റ് അല്ലെ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങും. സോ നമ്മൾ നല്ലൊരു പ്രൊഡക്ഷൻ അവിടെ സാധ്യമാക്കും. ഓക്കെ, നമുക്കിനി ഓരോന്നും ജസ്റ്റ് ഞാനൊക്കെ ഓടിച്ചെന്ന് പറഞ്ഞത് മാത്രം ഓരോ പോയിന്റ്സിലെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്.
അപ്പോ ഇൻഡസ്ട്രിയലിൽ വരുന്ന കോൺഫ്ലിക്ട്സുകളെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം എംപ്ലോയി റിലേഷൻസ് ഉണ്ടെങ്കിൽ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ prone to industrial dispute which occur as a result of various differences. അല്ലേ, എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ പ്രോൺ ടു, പ്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻഡസ്ട്രി സാധ്യമാകുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാധ്യതയുള്ളതാണെന്ന്. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിനും സാധ്യതയുണ്ടെന്ന്. കാരണം എന്താണ്, പലരുടെയും ആശയങ്ങൾ വ്യത്യാസങ്ങളായിരിക്കും അല്ലെ. ഇപ്പോ ഒരാളുടെ ആശയം ഒരിക്കലും മറ്റൊരാൾ പറയുന്നത് അല്ലെ, അവരുടെ ഒപ്പീനിയൻസും അവരുടെ എന്താ പറയാ അവരുടെ ആശയങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ പരസ്പരം എന്താണ് കോൺഫ്ലിക്ട്സ് ഒക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. Then failure to fulfill basic human desire or lacking sufficient motivation to gain satisfaction. അപ്പോ എന്താണ്, മോട്ടിവേഷന്റെ അഭാവം മൂലമൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. Some form of industrial disturbances also obstruct industrial unity. അപ്പോ ചില ഡിസ്റ്റർബൻസുകൾ, അതായത് ഇൻഡസ്ട്രിയിൽ വരുന്ന ഡിസ്റ്റർബൻസുകൾ, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും അത് ആ ഒരു യൂണിറ്റിനെ അത് ബാധിക്കുന്നത്. ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരം ചിലപ്പോ എന്താണ് പല രീതിയിലോട്ട് അത് ബാധിക്കും. എക്സാമ്പിൾ അത് സ്ട്രൈക്ക് ആവാം, ലോക്കൗട്ട്സ്, അല്ലെങ്കിൽ എന്താ ഗോസ്ലോ ടാക്ടീസ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മന്ദഗതിയിലുള്ള ആ ഒരു പ്രൊഡക്ഷൻ ആവാം. ഗ്രീൻസ് ആൻഡ് ഗിറോസ്. ഗിറോസ് എന്ന് വെച്ചാൽ എന്താണ്, ഗിറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു തൊഴിലാളികളെ സംബന്ധിച്ച്, ചിലപ്പോൾ അവർക്ക് വേജസിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോ അവര് മാനേജർമാരെ പുറത്തേക്ക് വിടാതെ എന്താ പറയാ തടഞ്ഞു വെക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതിനാണ് ഗിറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോൺഫ്ലിക്ട്സുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ട് എത്തുന്നത്. അതായത് സ്ട്രൈക്ക് എടുക്കും, ലോക്കൗട്ട് എടുക്കും അല്ലെ, എന്നിങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലോട്ടൊക്കെ അവർ എത്തുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു റിലേഷൻസ് ആണ് അവിടെ കീപ്പ് ചെയ്തതെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സുകളെ നമുക്ക് പരമാവധി മിനിമൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ പഠിക്കുക. സിഗ്നിഫിക്കൻസിന്റെ ആ മെയിൻ 9 പോയിന്റ്സ് ആണ് സിഗ്നിഫിക്കൻസിൽ ഉള്ളത്. അപ്പൊ 9 പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക, അതിനുള്ളിലുള്ളത് വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണത് അല്ലെ. നോക്കാം. Then increase workers morale. Increase workers morale. എന്താ വർക്കേഴ്സിന്റെ ആ ഒരു മൊറൈൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. Good industrial relations increase workers morale. Underline ചെയ്തേക്കോട്ടോ ഫസ്റ്റ് സെന്റൻസ്. Good industrial relations increase the workers morale. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണെങ്കിൽ അത് വർക്കേഴ്സിന്റെ മൊറൈലിനെ വർദ്ധിപ്പിക്കുന്നു. The employee and the employer think about the benefit of each other. അല്ലെ, എംപ്ലോയിയും എംപ്ലോയറും എന്താണ്, അവരുടെ രണ്ട് കൂട്ടരുടെയും ബെനഫിറ്റ്സുകളാണ് അവർ ചിന്തിക്കുന്നത്. എംപ്ലോയർ ആണെങ്കിലോ എനിക്ക് ഇവിടെ വർക്ക് ചെയ്താൽ കിട്ടുന്ന ബെനഫിറ്റ്സ് എന്താണ് അല്ലെ. ദെൻ എംപ്ലോയർ ചിന്തിക്കുന്നത് എന്താണ്, ഈ വർക്കേഴ്സ് അല്ലെ ഇവരെ കൊണ്ട് എനിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ്, കമ്പനിക്ക് ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്താണ്. Then workers work eagerly for the achievement of the organizational goals. അല്ലെ, ഇനി തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുന്നത്, അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ അല്ലെ, ഓർഗനൈസേഷന്റെ ഗോൾസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവര് നല്ല രീതിയിൽ എന്ത് ചെയ്യും, പെർഫോം ചെയ്യുന്നു. Then this is because workers believe that they share the same concern as the employer. അല്ലെ, അപ്പോ അവര് വിശ്വസിക്കുന്നത് എന്താണ്, അപ്പൊ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, കമ്പനിക്ക് വേണ്ടി ഓർഗനൈസേഷന്റെ ഗോൾസിലോട്ട് അല്ലെ, അല്ലെങ്കിൽ എന്താണ് തൊഴിലാളികള് ഓർഗനൈസേഷണൽ ഗോൾസ് കൈവരിക്കാൻ വേണ്ടിയിട്ട് അവര് അവരുടെ മാക്സിമം അവരവിടെ എഫോർട്ട് എടുക്കും അല്ലെ ഒരു ഓർഗനൈസേഷനിൽ. This is because workers believe. എന്തുകൊണ്ടാണ് അത് വർക്കർ ബിലീവ് ചെയ്യുന്നത് അല്ലെ, വർക്കേഴ്സ് ബിലീവ് ദാറ്റ് they share the same concern as the employer. എംപ്ലോയറിനെ പോലെ തന്നെ അവർക്കും ആ ഒരു മീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അല്ലെ, അവിടെ നല്ലൊരു പ്രൊഡക്ഷൻ വേണം. ആ എംപ്ലോയർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് എംപ്ലോയിയും ചിന്തിക്കുന്നത്. നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല പെർഫോമൻസ് ചെയ്യണം. സോ നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെ പറ്റുന്ന രീതിയിൽ അവിടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണം. That is increase the production. അത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. Disease result stimulates them to work hard. അത് ആ ഒരു വർക്കർ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. Employers also have feeling that
the profit of the firm are not only due to their efforts and workers are equally responsible for increased production and profit. അല്ലേ ശരിയായിട്ടുള്ള കാര്യമല്ലേ? എംപ്ലോയേഴ്സ് എന്താ ഫീൽ ചെയ്യുന്നത്? ഈ നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ മാത്രം എഫേർട്ട് അല്ല എന്ന് അല്ലെ, അതായത് എംപ്ലോയറിന്റെ മാത്രം എഫേർട്ട് അല്ല, മറിച്ച് വർക്കേഴ്സ് ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് അല്ലെ. ഈ പ്രോഫിറ്റും പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് എംപ്ലോയറിനെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആർക്കാണുള്ളത്? എംപ്ലോയിക്കും ഉണ്ട് അല്ലെ. അല്ലാതെ തങ്ങളുടെ മാത്രം ഒരു എഫേർട്ട് കൊണ്ടല്ല ഈ ഒരു ഓർഗനൈസേഷൻസിൽ പ്രോഫിറ്റും പ്രൊഡക്ഷനും ഉണ്ടാകുന്നത്, മറിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന എംപ്ലോയീസിനും കൂടി അതിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു പങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് എംപ്ലോയേഴ്സ് വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയല്ലേ ഒരു എംപ്ലോയർ വിശ്വസിക്കേണ്ടത്? ആണോ? ആണോ? നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു എന്താ പറയാ ഒരു കമ്പനിയൊക്കെ തുടങ്ങി അല്ലെ, അപ്പൊ നിങ്ങൾ എംപ്ലോയർ ആണേ. സോ നിങ്ങൾ എന്റെ മാത്രം കഴിവ് കൊണ്ടാണ് അവിടെ എങ്ങനെ കമ്പനിയിൽ പ്രൊഡക്ഷനും പ്രോഫിറ്റും ഉണ്ടാവണമെന്നാണോ വിശ്വസിക്കുന്നത്? ആണോ? ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ അതില് വർക്കേഴ്സിന് ഈക്വൽ ഇമ്പോർട്ടന്റ് ഉണ്ട് അല്ലെ. അവിടെ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളികളും അതിന്റെ എന്താ കമ്പനിയുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. Then therefore workers should be given an equal share of the benefits. അപ്പൊ അതുകൊണ്ടാണ് വർക്കേഴ്സിന് നമ്മൾ ഈക്വൽ ഷെയർ ഓഫ് ബെനഫിറ്റ്സ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഇൻക്രീസ് വർക്കേഴ്സ് മൊറൈൽ. ഓക്കെ, ഫസ്റ്റത്തെ രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് വായിക്കണം. then ഇൻക്രീസ് വർക്കേഴ്സ് മൊറൈൽ വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇതിനുള്ളിലുള്ളത് മനസ്സിലാക്കി വായിക്കാം, നിങ്ങൾക്ക് എളുപ്പം വായിച്ചാൽ മനസ്സിലാകും. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവര്? ഓക്കെ, ഇനി മൂന്നാമത്തെ സിഗ്നിഫിക്കന്റ് നോക്കാം. പ്രൊവൈഡ് ഫെയർ ബെനഫിറ്റ്സ് ടു വർക്കേഴ്സ്. പ്രൊവൈഡ് ഫെയർ ബെനഫിറ്റ്സ്. The workers must be given enough monetary and non-monetary motivation so that they can live a balanced life. എന്നോട് പറയുന്നത് അതായത് വർക്കേഴ്സ് എംപ്ലോയീസിന് മോണിറ്ററി ആയിട്ടും അതായത് പണപരമായിട്ടും അല്ലാത്ത രീതിയിലുള്ള മറ്റ് ബെനഫിറ്റ്സുകൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ എന്താണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് അവരുടെ ആ ഒരു ബാലൻസ്ഡ് ലൈഫ് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. Then this is possible only when the industrial relations between the workers and management are friendly. ഇങ്ങനെ പണപരമായിട്ടോ അല്ലാത്ത രീതിയിലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കണമെങ്കിൽ, ഇത് സാധ്യമാകണമെങ്കിൽ ഈ മാനേജ്മെന്റും അല്ലെങ്കിൽ ഈ വർക്കേഴ്സും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇത് സാധ്യമാവുകയുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബെനഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് പണപരമായിട്ട് മാത്രമല്ല, ആണോ? പല രീതികളിലും ബെനഫിറ്റ്സുകൾ കൊടുക്കാന്ന് പറഞ്ഞു. കുറേ നമ്മള് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞായിരുന്നു ആദ്യ ഭാഗത്ത്. ഓർക്കലുണ്ടോ? കുറേ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞത്
പണപരമായിട്ട് മാത്രമല്ല അല്ലാത്ത രീതിയിൽ ഇപ്പൊ ഇൻഷുറൻസിന്റെ രീതിയിൽ അല്ലെങ്കിൽ മറ്റ് ക്ലെയിമുകൾ അല്ലെ, ഹൗസ് ലോൺസ്, എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് ഇങ്ങനെ പല രീതികളിലും എംപ്ലോയീസിന്റെ ഫാമിലിക്കുമായിട്ട് നമുക്ക് ബെനഫിറ്റ്സുകൾ കൊടുക്കാം. ഇനി ഇങ്ങനെ ബെനഫിറ്റ്സ് കൊടുക്കണമെങ്കിൽ ഈ മാനേജ്മെന്റും ഈ വർക്കേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അവരെപ്പോഴും ഭയങ്കര കോൺഫ്ലിക്ട്സ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ബെനഫിറ്റ്സുകളൊക്കെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ സാധിക്കില്ല. അത് അവിടെ പോസിബിൾ അല്ല അല്ലെ. അപ്പൊ നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനഫിറ്റ്സുകൾ നമുക്ക് എംപ്ലോയീസിന് കൊടുക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. സോ എംപ്ലോയി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് വായിക്കാം. ഓക്കെ, നാലാമത്തെ നോക്കാം. Helps in facilitation of changes. If the organization has a supportive and cooperative atmosphere, changes are easily accepted. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആണ് എങ്കിൽ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ എംപ്ലോയീസിന് ഈസിലി ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. As a result of this, the benefits of all the most recent innovations, inventions, and other technical advances can be utilized effectively. ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരികയാണ്, ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരിക, പുതിയ ഇൻവെൻഷൻസുകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ അഡ്വാൻസുകൾ കൊണ്ടുവരുമ്പോൾ അത് നല്ല രീതിയിൽ എഫക്റ്റീവ്ലി ആയിട്ട് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്വീകരിക്കുന്നത്. കാരണം അവർ തമ്മിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ എന്ത് മാറ്റവും തന്നിട്ടുണ്ടെങ്കിലും എംപ്ലോയീസിന് അത് അംഗീകരിക്കും. പക്ഷേ നല്ലൊരു രീതിയിലല്ല പോകുന്നതെങ്കിൽ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവന്നു. ഇപ്പോ നിങ്ങൾക്കിപ്പോ നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അപ്പൊ നമ്മുടെ നോർമൽ വർക്കിംഗ് ടൈമിനേലും ചിലപ്പോൾ ടൈം ഇത്തിരി കൂട്ടി, അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് ടൈമിൽ വ്യത്യാസം വന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു രീതിയിലും നല്ല ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, അംഗീകരിക്കും അല്ലെ. ഇനി മറ്റൊരു രീതിയിലാണ് നമുക്ക് അല്ലെങ്കിൽ തന്നെ സാലറി ഇല്ല, ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല, അപ്പൊ അതിനിടയിൽ ഇങ്ങനെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫുകൾ അത് അംഗീകരിക്കുമോ? കുറച്ചുപേരെങ്കിലും അതിനെ റിജക്ട് ചെയ്ത് നിൽക്കും, എതിർത്ത് നിൽക്കും അല്ലെ. കുറച്ച് സ്റ്റാഫുകൾ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായിരിക്കും, പക്ഷെ കുറച്ച് സ്റ്റാഫുകൾ എന്ത് ചെയ്യും, അതിനെ റിജക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, the workers understand the need of hour and willingly adapt themselves to required changes. Thus, peaceful industrial relations are important for both employees and employers. അല്ലേ, അപ്പോ ഇതിനെല്ലാം സമാധാനപരമായിട്ടുള്ള ഒരു റിലേഷൻസ് ആയിരിക്കണം എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ ഉണ്ടായിരിക്കും. വായിച്ചു നോക്കാം. ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. മനസ്സിലാക്കി വായിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? നാലാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. മേക്സ് കളക്റ്റീവ് ബാർഗൈനിങ് ഇഫക്റ്റീവ്. കളക്റ്റീവ് ബാർഗൈനിങ് ഇഫക്റ്റീവ് ആക്കാൻ. ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ very crucial for effective collective bargaining, beneficial both the parties. എന്താണ് പറയുന്നത്? ഹാർമോണിയസ് ആയിട്ടുള്ള നല്ലൊരു യോജിപ്പായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് വെരി ക്രൂഷ്യൽ ആണ്. എന്തിനു വേണ്ടി? ഫോർ ഇഫക്റ്റീവ് കളക്റ്റീവ് ബാർഗൈനിങ്. ദെൻ രണ്ട് പാർട്ടിക്കും അത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് എംപ്ലോയി ആൻഡ് എംപ്ലോയർ ടു arrive at such an agreement which is beneficial for both them. രണ്ടുപേരും തമ്മിൽ കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഒരു രണ്ടുപേർക്കും എന്താ പറയാ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നു. നെക്സ്റ്റ്, മെന്റൽ റെവല്യൂഷൻ. The process of joint consultation between employee and employer opens the path for individual democracy. എന്നോട് പറയുന്നത് എംപ്ലോയീസും ജീവനക്കാരനും എംപ്ലോയീസും അതുപോലെ തന്നെ എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു സംയുക്ത ഒരു കൂടിയാലോചന അല്ലെ, അതായത് ഒരു ജോയിന്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള ആ ഒരു സംസാരം, ചർച്ച അല്ലെ, ഈ കൂടിയാലോചന പ്രക്രിയയിൽ ഒരു എന്താ പറയാ ഒരു വ്യക്തിഗത ഇൻഡിവിജ്വൽ ഡെമോക്രസിയിലോട്ടാണ് അത് നയിക്കുന്നതെന്ന്. കാരണം എന്താണ്? രണ്ടുപേരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഇവിടെ രണ്ടുപേരും അവരുടെ തീരുമാനങ്ങൾ പറയുന്നു. ദെൻ അത് തൊഴിലാളികൾ എന്ത് ചെയ്യും? This encourages the workers to perform excellently and consequently get a share in the profits of the organization together with the management. അല്ലെ, അത് തൊഴിലാളികളുടെ ഒരു മികച്ച പ്രകടനം ഈ എംപ്ലോയീസിന് കാഴ്ചവെക്കാനും ദെൻ അതുവഴി എന്താണ് മാനേജ്മെന്റിനൊപ്പം ആ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കുക. അഞ്ചാമത്തെ പോയിന്റ് വായിക്കണം, ആറാമത്തെ പോയിന്റ് വായിക്കണം. മാനസികമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിനും അതുപോലെ തന്നെ എംപ്ലോയർക്കും നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. വായിച്ചെല്ലാവരും? ഇനി ഏഴാമത്തെ പോയിന്റ് നോക്കാം. ഫെസിലിറ്റേറ്റ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. In a harmonious climate, new programs like labor welfare facilities, training facilities, etc. Okay, നാട്ടിടെ പറയുന്നത് എന്താണ്? തൊഴിലാളികളുടെ ആ ഒരു അല്ലെ നല്ലൊരു യോജിപ്പായിട്ടുള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഒരു ഓർഗനൈസേഷനിലെങ്കിൽ ആ ഒരു തൊഴിലാളികളുടെ വികസനത്തിന് അത് ഹെൽപ്പ് ചെയ്യുമെന്ന്. അവരുടെ വെൽഫെയർ ഫെസിലിറ്റീസിനാണെങ്കിലും അതുപോലെ പുതിയ ട്രെയിനിങ് പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിലും അത് ഹെൽപ്പ് ചെയ്യുന്നു. Can be introduced that help in the development of workers.
These programs enhance the skill of workers and result in increased productivity at a lower cost. So ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാംസിലൂടെ എംപ്ലോയീസിന്റെ സ്കിൽസിനെ നമുക്ക് വർദ്ധിപ്പിക്കാനും then low കോസ്റ്റിലെ പ്രൊഡക്ടിവിറ്റിനെ നമുക്ക് കൂട്ടാനും സഹായിക്കുന്നു. ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് നല്ല രീതിയിൽ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എംപ്ലോയീസിനുള്ള ട്രെയിനിങ്സും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, എംപ്ലോയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ. വായിച്ചു നോക്കുക കേട്ടോ, ഫെസിലിറ്റീസ് ഓഫ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. Complete ചെയ്തോ? Then reduce wastage. Cordial relations are always based on mutual support and acknowledgement of each other's needs. Cordial relations, അല്ലെ? നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഒരു മ്യൂച്വൽ സപ്പോർട്ടും അതുപോലെ ഒരു അക്നോളജ്മെന്റ് ഓഫ് ഈച്ച് അതേഴ്സ് നീഡ്. രണ്ടുപേരുടെയും ആവശ്യങ്ങളെ അംഗീകരിച്ച് ഒരു മ്യൂച്വൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു റിലേഷൻ ആയിരിക്കും. It enhances production and reduce the wastage of organizational resources. ഇത് പ്രൊഡക്ഷന്റെ എന്താ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ റിഡ്യൂസ് വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷണൽ റിസോഴ്സസിന് നമ്മൾ വേസ്റ്റ് മീൻസ് ഒരു ഉപയോഗശൂന്യമാക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. മാൻ, മെറ്റീരിയൽ ആൻഡ് മെഷീൻസ്. ഹെൻസ് safeguarding the national interest. അതുപോലെ തന്നെ നാഷണൽ ഇൻട്രസ്റ്റ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് അതുവഴി ഹെൽപ്പ് ചെയ്യുന്നു. Then guarantee smooth production. Smooth production guarantee നൽകുന്നു. The main role of industrial relation is that it guarantee uninterrupted production resulting in continuous employment at all levels of the organization, whether it is for a manager or worker. Due to continuity of production, all the organizational resources are effectively used, which leads to higher production for the firm and continuous earning for the workers. ഇവിടെ പറയുന്നത് ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ആണ് അവിടെ, അല്ലെ? നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്സിന്റെ കണ്ടിന്യൂസ് എംപ്ലോയ്മെന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻസിൽ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു എന്താ പ്രൊഡക്ഷൻ, അവരുടെ അവർ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇൻഡസ്ട്രിയൽ റിലേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോള് പറയുന്നത്. Then whether it's managed or work, due to continuity of production, all organization resources are effectively used. ഒരു ഓർഗനൈസേഷൻസിന്റെ എല്ലാ റിസോഴ്സസും അതിപ്പോ മെൻ, മെറ്റീരിയൽ, മെഷീനറി ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സസുകളും ഒന്നിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. Then which leads to higher production for the firm, continuous earning for the workers, അല്ലെ? അതുപോലെ തന്നെ തൊഴിലാളികള് തുടർച്ചയായിട്ടുള്ള ഒരു വരുമാനത്തിനും എത്തിക്കുന്നത്. കാരണം നല്ലൊരു പ്രൊഡക്ഷനും പ്രോഫിറ്റും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വരുമാനവും എംപ്ലോയീസിനും ലഭിക്കുന്നു. വായിച്ചു നോക്കാം കേട്ടോ. 2 പോയിന്റ് വായിക്കാം. ലാസ്റ്റത്തെ 2 പോയിന്റ് നോക്കാം.
വായിച്ചു എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് പേരുകൾ മാത്രം നമുക്ക് നോക്കാം. മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, increase workers' morale, provides fair benefits to workers, helps in facilitation of changes, makes collective bargaining effective, mental revolution, facilitate workers' development, reduce wastage, guarantees more production. ഓക്കെ, ആ പേരുകൾ മാത്രം ഒന്ന് 5 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് മാത്രം ഒന്ന് 5 ടൈംസ് ഒന്ന് വായിക്കാം. പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 5 ടൈംസ് വായിക്കാൻ പറഞ്ഞത്. ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. മെയിൻ പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. 5 ടൈംസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചോ 5 പ്രാവശ്യം എല്ലാവരും? സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട് സിഗ്നിഫിക്കൻസ്. അതുകൊണ്ടാണ് ഞാൻ ആ പേരുകൾ മാത്രം, അല്ലെങ്കിൽ ആ മെയിൻ പോയിന്റ്സുകൾ മാത്രം പഠിക്കാനായിട്ട് പറഞ്ഞത്. എന്ത് പറ്റി? നമ്മുടെ സ്ട്രെങ്ത് ഓരോ ദിവസം ഓരോ ദിവസം കൂടുതൽ കുറഞ്ഞു വരികയാണല്ലോ സ്ട്രെങ്ത്. പഠിച്ചു മതിയായോ HRM? അതുകൊണ്ടാണോ സ്ഥിരം കാണുന്ന കുറച്ചുപേരും കൂടി ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? കുറച്ചുപേരൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ സ്ഥിരം കുറച്ചുപേരാണല്ലോ ഇപ്പൊ നിങ്ങള് അല്ലെ? ഇപ്പൊ അതിലും കുറവായിരുന്നു തോന്നുന്നത് അല്ലെ സ്ട്രെങ്ത്? ആണോ? എന്ത് പറ്റി? പഠിച്ചു മതിയായതാണോ എല്ലാവർക്കും? അല്ലെങ്കിൽ ക്ലാസ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് തനിയെ പഠിക്കാൻ പറ്റും, അങ്ങനെയാണോ? പല റീസൺസ് ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും. ഓക്കെ, സ്ട്രെങ്ത് വളരെ കുറവാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ അപേക്ഷിച്ചിട്ട് സ്ട്രെങ്ത് കുറവാണ്, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വായിച്ച് കംപ്ലീറ്റ് ചെയ്തല്ലോ എല്ലാവരും സിഗ്നിഫിക്കൻസ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു സെക്ഷൻ ആണ്, പുതിയൊരു സെക്ഷൻ ആണ് എടുക്കാനായിട്ടുള്ളത്. ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. ട്രേഡ് യൂണിയൻ എന്താണ്, പിന്നെ അതിന്റെ കുറച്ച് സബ് പോയിന്റ്സുകളും അതിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഒരു സെക്ഷൻ ട്രേഡ് യൂണിയൻ ആണ് ഇനി അങ്ങോട്ട് കുറച്ച് പഠിക്കാനായിട്ടുള്ളത്. അതിലും വീണ്ടും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാ ഫങ്ഷൻസ് ഉണ്ട് ട്രേഡ് യൂണിയൻസിന്റെ, ടൈപ്സുകൾ ഏതൊക്കെയാണ്, ഒരു ടേബിളൊക്കെ ഉണ്ട്. അത്യാവശ്യം ട്രേഡ് യൂണിയനിലേക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ടുണ്ട്. ദെൻ പ്രോബ്ലംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രേഡ് യൂണിയനിലൂടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ പുതിയൊരു സെക്ഷൻ ആണ് ട്രേഡ് യൂണിയൻ. നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രേഡ് യൂണിയൻ എന്നുള്ളൊരു വാക്ക്. കേട്ടിട്ടില്ല എല്ലാവരും? കേൾക്കാത്തവരുണ്ടോ ആരെങ്കിലും? ട്രേഡ് യൂണിയൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഇനി എന്താണ് ട്രേഡ് യൂണിയൻ? നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ മതി. അല്ലാതെ എനിക്ക് പക്ക എന്താണ് ട്രേഡ് യൂണിയൻ ഡെഫിനിഷൻ ഒന്നും വേണ്ട. എന്താണ് ട്രേഡ് യൂണിയൻ?
നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളുടെ എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? പറഞ്ഞോളൂ, പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. എന്താ ട്രേഡ് യൂണിയൻ? ഒന്നുമില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയോ? അങ്ങനെയാണോ? എംപ്ലോയി യൂണിയൻ ആണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? എംപ്ലോയി യൂണിയൻ ആണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? എംപ്ലോയി യൂണിയൻ ആണ്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ട്രേഡ് യൂണിയൻ? വേറെ ഒന്നുമില്ല. എംപ്ലോയി യൂണിയൻ മാത്രമുള്ളോ? വേറെ ഒന്നുമില്ല ട്രേഡ് യൂണിയനില്ല? നമുക്കറിയാം എംപ്ലോയി യൂണിയൻ അല്ലേ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി യൂണിയൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറയണമെങ്കിൽ എന്താണ്? തൊഴിലാളി സംഘടന എന്ന് നമുക്ക് പറയാം അല്ലെ. തൊഴിലാളികളുടെ ആ ഒരു സംഘം, തൊഴിലാളികളുടെ ഒരു യൂണിയൻ എന്നൊക്കെ പറയാം അല്ലെ. തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയാണത് അല്ലെ. അവര് ഒന്നിച്ചു നിൽക്കുന്നതാണ് അല്ലെ. അവരുടെ ഒരു കൂട്ടായ്മയാണ് എന്ത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? അവരുടെ തൊഴിലുമായിട്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും, ശമ്പളം, സാലറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു വർക്ക് സിറ്റുവേഷൻ, ജോലിയുടെ സാഹചര്യങ്ങള് എന്നിവയൊക്കെ നേടിയെടുക്കാനും, അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ എംപ്ലോയേഴ്സ് മാനേജ്മെന്റ് ആയിട്ട് തൊഴിലുടമകളുമായിട്ട് നല്ലൊരു ബന്ധം അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാനും, അതുപോലെ തന്നെ എന്താണ്? ഈ ട്രേഡ് യൂണിയൻസിലെ അംഗങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സഹായങ്ങളൊക്കെ നൽകാനൊക്കെ ഈ ഒരു സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ, അവർക്കിപ്പോ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിക്കൊള്ളട്ടെ, പൊതു സാലറിയുടെ പ്രശ്നമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പല പ്രശ്നങ്ങളും തൊഴിലാളികൾ നേരിടും. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഒരു യൂണിയനിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അതിന് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ ട്രേഡ് യൂണിയൻസിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതുപോലെ കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ. അതായത് എന്താണ്? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്നിട്ട് അവര് കളക്റ്റീവ് ബാർഗെയിൻ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആ ട്രേഡ് യൂണിയൻസിന്റെ ഓരോ മെമ്പേഴ്സിന്റെ അല്ലെ, ഓരോ അംഗങ്ങളുടെയും താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവർക്ക് നേടിയെടുക്കാനുണ്ടോ? ഇപ്പൊ അവർക്ക് വർക്ക് ചെയ്തു, വർക്ക് ചെയ്തതിനുള്ള സാലറി കിട്ടിയിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാം. മറ്റു രീതിയിലുള്ള സഹായങ്ങള്, നിയമപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ മറ്റു പൊതുസേവനങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ചില ട്രേഡ് യൂണിയൻസ് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ട്രേഡ് യൂണിയൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് ഒന്നും അറിയില്ലാത്തവർക്ക് മനസ്സിലായോ? അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലെ. ട്രേഡ് യൂണിയൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരിക്കാം അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ട്രേഡ് യൂണിയൻസിലോട്ട് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് ട്രേഡ് യൂണിയൻ മാത്രം പറഞ്ഞു എന്നുള്ളേ. ദെൻ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയന്റെ മീനിങ്ങും ഡെഫിനിഷൻ ആണ് നോക്കാം. To represent their goals and interests in a better manner, the employees can join an organization which is called trade union. Underline cheyato. To represent their goals and interests in a better manner, the employees can join an organization which is called trade unions. എന്താണ് ട്രേഡ് യൂണിയൻ എന്നാണ് ഫസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ടു റെപ്രസെന്റ് ദെയർ ഗോൾസ്. ആരുടെയാണ്? എംപ്ലോയീസിന്റെ. എംപ്ലോയീസ് തങ്ങളുടെ ലക്ഷ്യങ്ങളെയും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങളെയും മികച്ച രീതിയിൽ, ബെറ്റർ മാനറിൽ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ്? ജീവനക്കാരുമായിട്ട് ചേർന്നിട്ട് ഒരു സംഘടനകളിൽ ചേരുന്നു. അവരുമായിട്ട് ഒന്നിച്ച ഒരു സംഘടനകളിൽ ചേരുന്ന ആ ഒരു സംഘടനയാണ് എന്ത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. Then, for this, employees pay an annual fee and is response to their interest are powerfully represented. പിന്നെ നമ്മൾ ഈ ട്രേഡ് യൂണിയനിൽ ഇതുപോലെ ഒരു ആനുവൽ ഫീ ഒക്കെ ഉണ്ടാകും. അതുപോലെ നമ്മളുടെ ഇൻട്രസ്റ്റും നമ്മളുടെ താല്പര്യങ്ങളൊക്കെ അവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. This is more effective than negotiating for such rights with the employer or on an individual basis. ഇത് നമ്മള് ചർച്ചകൾക്ക് പുറമെ ഇതുപോലെയുള്ള ഒരു എംപ്ലോയീസിന്റെ ഒരു ട്രേഡ് യൂണിയനിൽ അംഗമാണ് എങ്കിൽ
നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അല്ലെ, എംപ്ലോയീസിന് വരുന്ന ഓരോ പ്രശ്നങ്ങളെയും ഈ ഒരു ട്രേഡ് യൂണിയൻ മുഖേന നമുക്ക് നേരിടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ യൂണിയൻ വഴി പല രീതിയിലും, അത് സാമ്പത്തികമായിട്ടും മറ്റു നിയമപരമായിട്ടും നമ്മളൊപ്പം ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ഒരു കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ നമ്മളുടെ ഒപ്പം അത് കൂട്ടുനിൽക്കുന്നു ഈ ഒരു യൂണിയൻ. ട്രേഡ് യൂണിയൻസ് ആർ ഫോർമഡ് വെൻ വർക്കേഴ്സ് ജോയിൻ ടുഗദർ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ വർക്കേഴ്സ് ഒരുമിച്ച് ഒന്നിക്കുന്ന ഒരു സംഘടനകളെന്നും അറിയപ്പെടുന്നു, ഒന്നിച്ചു ചേരുന്ന തൊഴിലാളികൾ ഒന്നിക്കുന്ന ഒരു സംഘടനയെന്നും ട്രേഡ് യൂണിയൻ അറിയപ്പെടുന്നു. These are also known as organization of workers against the management. These are also known as organization of workers against management. മാനേജ്മെന്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. Such unions help support the workers alone. ഇങ്ങനെയുള്ള ഒരു ട്രേഡ് യൂണിയൻ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരുപാട് അല്ലെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യും, വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കംപ്ലീറ്റ് ഒന്ന് വായിക്കാം. അയച്ചെല്ലാവരും ഫസ്റ്റ് പാരഗ്രാഫ് എന്താണ് ട്രേഡ് യൂണിയൻ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ട്രേഡ് യൂണിയനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ. ദെൻ നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് നോക്കാം. The work of all the workers is affected by their working age, education, family, social background, psychological factors, skills, culture, attitude towards work of others, etc. The work of all the workers, അല്ലെ, അതായത് ഓരോ വർക്കേഴ്സിന്റെയും വർക്ക് അഫക്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ഏജിനെയും എഡ്യൂക്കേഷൻ, അതുപോലെ അവരുടെ ഫാമിലി, ദെൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സൈക്കോളജിക്കൽ മാനസികപരമായിട്ടുള്ള ഘടകങ്ങള്, ദെൻ സ്കിൽസ്, കൾച്ചർ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക് അതേഴ്സ്, മറ്റുള്ളവരുടെ ആ ഒരു വർക്കിലുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇതിനൊക്കെയാണ് ഓരോരുത്തരുടെയും വർക്ക് ബേസ് ചെയ്തിരിക്കുന്നത്. ദെൻ workers always strive for the improvement in the terms and condition of their jobs. Workers എന്താ ചെയ്യുന്നത്, അവർ സ്ട്രൈവ് ചെയ്യണം. സ്ട്രൈവ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, അവർ പരിശ്രമിക്കുകയാണ്. അവരുടെ എന്താണ് അവരുടെ കണ്ടീഷൻസും ആ ഒരു ഓർഗനൈസേഷന്റെ കണ്ടീഷൻസും ആ ഒരു ജോബും കാര്യങ്ങളും ടേംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിനെ പരിശ്രമിക്കുന്നു. ഓരോ വർക്കേഴ്സും എന്ത് ചെയ്യുന്നു, പരിശ്രമിക്കുന്നു. Then that is why they start negotiating with the help the top management of the company and express their greenness. അല്ലേ, അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് നെഗോഷിയേറ്റിംഗ് മീൻസ് അവരുടെ ടോപ്പ് കമ്പനിയിൽ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ചർച്ചകൾ വെക്കുന്നു. അല്ലെ, നെഗോഷിയേറ്റിംഗ് വെച്ചാൽ ചർച്ചകൾ വെക്കുന്നു. ആൻഡ് എക്സ്പ്രസ് ദെയർ ഗ്രീൻനെസ്സസ്, അല്ലെ, അവരുടെ
എന്താ പറയാ അവരുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ മറ്റ് അവർക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ചിലപ്പോൾ വർക്ക് എൻവയോൺമെന്റിലുള്ള ബുദ്ധിമുട്ടുകളും. അതുകൊണ്ട് എന്ത് ചെയ്യും, ചർച്ചകളൊക്കെ അവരുടെ പരാതികൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്ക് അല്ലെ. ചിലപ്പോൾ വർക്ക് ടൈം ആയിരിക്കും, വർക്ക് ലോഡ് ആയിരിക്കാം, ചിലപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നു അവര് ഈ ഒരു എന്താ നമ്മളിങ്ങനെ ഒരു നെഗോഷിയേറ്റിംഗ് ചർച്ച വെക്കുമ്പോൾ അവരതെല്ലാം തുറന്നു പറയുന്നു. The workers also demand a share in the power of management as far as decision making is concerned. അതുകൊണ്ട് വർക്കേഴ്സ് എന്ത് പറയുന്നു, ഡിസിഷൻ മേക്കിങ്ങിൽ അവരെയും കൂടി കൺസേൺ ചെയ്യണമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. അതായത് കമ്പനിയുടെ തീരുമാനമെടുക്കലില് വർക്കേഴ്സിനെയും കൂടി ഇൻക്ലൂഡഡ് ചെയ്യാനായിട്ട് അവര് പറയുന്നു. ഓക്കെ, 2 പാരഗ്രാഫ് കൊണ്ട് വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കണം. Okay, then അടുത്ത പാരഗ്രാഫ് നോക്കാം. In this regard, trade unions play an important role as they help in protecting the workers' economic interest. Underline ചെയ്യാട്ടോ ആ സെന്റൻസ്. Trade unions play an important role as they help in protecting the workers' economic interest. Underline ചെയ്തോ? Then they do so by collective bargaining and so also by using political and economic tactics to pressurize the management of the company. So അവരെന്ത് ചെയ്യും, കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റു പൊളിറ്റിക്കൽ ടാക്ടിക്സുകൾ, അതായത് നമ്മൾ പറഞ്ഞു സ്ട്രൈക്കോ ലോക്കൗട്ട്സുകളോ കമ്പനിക്ക് മാനേജ്മെന്റിനെ പ്രഷർ ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നു. ട്രേഡ് യൂണിയൻ believes that they are a part of the organization as a subsystem. ട്രേഡ് യൂണിയൻ വിശ്വസിക്കുന്നത് ഓർഗനൈസേഷന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇവര്. As it is subsystem that helps to fulfill interest of certain groups, that is workers. അപ്പൊ വർക്കേഴ്സിന്റെ ആ ഒരു ഇൻട്രസ്റ്റിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ട്രേഡ് യൂണിയന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ലാസ്റ്റ് കുഞ്ഞു പാരഗ്രാഫ് കൂടെ ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. If the community and organization are growing strongly, കമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹവും ഓർഗനൈസേഷനും സ്ട്രോങ് ആയിട്ട് അല്ലെ, ഗ്രോവിങ് സ്ട്രോങ് ആയിട്ട് അത് വളരുകയാണെങ്കിൽ എന്താ, the role of trade union is also considered vital. അതുപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ റോളും അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. There are various type of trade unions. Some trade unions are formed by blue-collar workers, some by white-collar employees, and some are formed by employers. ഇപ്പോൾ ട്രേഡ് യൂണിയൻ തന്നെ പല രീതികളിലും ഉണ്ടെന്ന്, പല ടൈപ്സുകളാണ് പറയുന്നത്. വൈറ്റ് കോളർ വർക്കേഴ്സിന്റെ, അതായത് ഓരോ ലെവലിൽ നിൽക്കുന്ന
വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള ട്രേഡ് യൂണിയൻസുകൾ ഉണ്ടാകും. ഇപ്പൊ ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ആണെങ്കിൽ അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ബ്ലൂ കോളർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനുവൽ ആയിട്ടുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബേഴ്സ് ഒക്കെയാണ്. മീൻസ് അങ്ങനെയുള്ള ഒരു ലേബേഴ്സ് കാര്യങ്ങളും, അല്ലെങ്കിൽ എന്താണ് വൈറ്റ് കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ്, കുറച്ചും കൂടി ടോപ്പ് ലെവലിലുള്ള ജോബ്സ് ഉള്ള അവര്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻസ്, അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ ലെവലിലും വർക്ക് ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള ട്രേഡ് യൂണിയൻസുകൾ അങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസുകൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രേഡ് യൂണിയൻസിനെ കുറിച്ചിട്ട് ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടാണ്, ഓരോ വ്യക്തികളുടെ ഡെഫിനേഷൻ ആണ്. 3 വ്യക്തികളുടെ ഡെഫിനേഷൻ ആണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ വ്യക്തികളുടെയും ഡെഫിനേഷൻസ് നോക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം, എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അത്രയും വരെ ഒന്ന് അടുത്ത ക്ലാസ്സിൽ ഒന്ന് നോക്കാം എല്ലാവരും. എന്നിട്ട് നമുക്ക് ഇനി ഓരോ വ്യക്തികളും ട്രേഡ് യൂണിയൻസിനെ കുറിച്ച് പറയുന്നത് നോക്കാം. ഓക്കെ, നന്നായിട്ട് വായിക്കണം. അടുത്ത സെക്ഷനിൽ ട്രേഡ് യൂണിയനെ കുറിച്ച് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.